നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ഈ ആഴ്ച മാനസിക സന്തോഷം, തൊഴിൽ വിജയം, സാമ്പത്തിക ലാഭം എന്നിവയുള്ള നക്ഷത്രക്കാരെ കുറിച്ചറിയാം. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം വിദേശ യാത്രകൾക്ക് കാലതാമസം നേരിടാം. സാമ്പത്തിക ഇടപാടുകളിൽ പ്രത്യേകിച്ച് മറ്റൊരാൾക്ക് ജാമ്യം നിൽക്കുന്നത് ഒഴിവാക്കുന്നത് ഉചിതമാണ്. കാരണം ഇത് ഭാവിയിൽ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കും. എന്നാൽ വാരത്തിന്റെ അവസാനത്തോടെ തൊഴിൽ മേഖലയിൽ പുരോഗതിയും പുതിയ വരുമാന സ്രോതസ്സുകളും പ്രതീക്ഷിക്കാം. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന പുതിയ സ്ഥാനങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഈ ആഴ്ച നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ഏതൊരു കാര്യത്തിലും വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നത് ഗുണകരമാകും. സാമ്പത്തിക കാര്യങ്ങളിൽ വഞ്ചന ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കുക. അനാവശ്യമായ ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വാരത്തിന്റെ അവസാനത്തിൽ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാനും അതിൽ വിജയിക്കാനും സാധ്യതയുണ്ട്. മിഥുന രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിന്റെ പിന്തുണയോടെ പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ സാധ്യതയുണ്ട്. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിര താമസത്തിനുള്ള അനുമതി ലഭിക്കാൻ സാധ്യത. ദാമ്പത്യ ബന്ധത്തിൽ സന്തോഷവും ഐക്യവും നിലനിർത്തും. എന്നാൽ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. രേഖകളിൽ ഒപ്പിടുമ്പോൾ അമിതമായ ശ്രദ്ധയും ജാഗ്രതയും പാലിക്കണം. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. വാരത്തിന്റെ തുടക്കത്തിൽ അപ്രതീക്ഷിതമായ വാർത്തകൾ മനസ്സിനെ അസ്വസ്ഥമാക്കും. എന്നാൽ മധ്യത്തോടെ അത്ഭുതകരമായ വളർച്ച പ്രതീക്ഷിക്കാം. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കാനും വിലയേറിയ സമ്മാനങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും അവസരം ലഭിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ നിക്ഷേപകരെ സമീപിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ഈ ആഴ്ച കുടുംബത്തിൽ ചില അസന്തുഷ്ടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വ്യാപാര മേഖലകളിൽ മാന്ദ്യം അനുഭവപ്പെടും. തൊഴിൽപരമായ യാത്രകൾ നിഷ്ഫലമെന്ന് തോന്നും. ജീവിത പങ്കാളിക്കോ മക്കൾക്കോ ആരോഗ്യപരമായ വിഷമതകൾ ഉണ്ടാകാൻ സാധ്യത. എന്നാൽ വാരത്തിന്റെ അവസാനത്തോടെ പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുകയും മാനസിക ദുരിതങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും. കന്യരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം. ഈ ആഴ്ച മാനസിക സന്തോഷം, തൊഴിൽ വിജയം, സാമ്പത്തിക ലാഭം എന്നിവ പ്രതീക്ഷിക്കാം. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാനും ദൈവവിശ്വാസം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ അമിത യാത്രകൾ കാരണമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത. കാര്യങ്ങൾ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും സമീപിക്കുകയാണെങ്കിൽ ധനനേട്ടവും വാഹനയോഗവും കൈവരിക്കാൻ സാധിക്കും. തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിരിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ എടുത്തുചാട്ടം ഒഴിവാക്കി യുക്തിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സമയമാണ്. കുടുംബാംഗങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ സംയമനം പാലിക്കുന്നത് നല്ലതാണ്. മാനസിക പിരിമുറുക്കവും സാമ്പത്തിക ക്ലേശവും ഒഴിവാക്കാൻ ശ്രദ്ധയോടെ പെരുമാറുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ രോഗാവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുകയും ആരോഗ്യനില മെച്ചപ്പെടുകയും ചെയ്യും. ഇത് മനസ്സിന് സമാധാനവും ധനനേട്ടവും ഉണ്ടാക്കും. എന്നാൽ വാരമധ്യത്തിൽ ആരോഗ്യക്കുറവും കാര്യങ്ങളിൽ തടസ്സങ്ങളും നേരിടാൻ സാധ്യതയുണ്ട്. വാരത്തിന്റെ അവസാനത്തോടെ കർമ്മ മേഖലകളിൽ അത്ഭുതകരമായ വളർച്ചയും അംഗീകാരവും ലഭിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങളാണ് ഉണ്ടാകുക. ചില മേഖലകളിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമ്പോൾ മറ്റു ചില മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ വാരത്തിന്റെ മധ്യത്തോടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം ലഭിക്കുകയും മനസ്സിന് സന്തോഷം അനുഭവപ്പെടുകയും ചെയ്യും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ഈ വാരം ഗുണദോഷ സമ്മിശ്രമാണ്. വളരെ കാലമായി കാണാതിരിക്കുന്ന സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കണ്ടുമുട്ടാൻ അവസരമുണ്ടാകും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വാരമധ്യത്തിൽ കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാൻ സാധ്യത. വാരത്തിന്റെ അവസാനത്തോടെ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സാമ്പത്തികമായ ഉന്നതിയും പ്രതീക്ഷിക്കാം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ഈ ആഴ്ച ഏറെ കാലമായി ജോലി അന്വേഷിക്കുന്നവർക്ക് തങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കും. എന്നാൽ വാരത്തിന്റെ അവസാനത്തിൽ ചില സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ സഹപ്രവർത്തകരുമായി ആശയപരമായ ഭിന്നതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. വാരത്തിന്റെ മധ്യത്തോടെ വിദേശ യാത്രകൾക്ക് അവസരം ലഭിച്ചേക്കാം. നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായ വിധി ഉണ്ടാകാനും സാമ്പത്തിക ലാഭത്തിനും സാധ്യതയുണ്ട്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212